ഹായ് ഗേസ്, സുഖല്ലേ? അപ്പോൾ രാവിലെ തന്നെ ഫോണും നോക്കി നിൽക്കുന്ന എന്നോട് അമ്മ പറഞ്ഞു, ടെറസമ്മലുണ്ടല്ലോ അച്ഛൻ കുറേ പച്ചക്കറി കണ്ടിട്ട് ഇടയ്ക്കല്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കി തന്നെ വയ്ക്കുക. അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ നമ്മളെ തക്കാളിക്കുട്ടന്മാരെയാണ് ഞാൻ ആദ്യം തന്നെ കണ്ടത്. നല്ല അടിപൊളിയായിട്ട് എല്ലാം പച്ചയാണ്, ഒന്നും പഴുത്തിട്ടില്ല. പക്ഷേ തക്കാളി നമ്മൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം പച്ചയായിട്ടുള്ള തക്കാളിയാണ്. കണ്ടോ, കുറേ ഉണ്ട്. കുറേ തക്കാളിയുടെ തൈ തന്നെയാണ് കൂടുതലും തോന്നുന്നു. വഴുതനയാണ്, പച്ചമുളകുണ്ട്. പച്ചമുളകൊക്കെ കണ്ട കുറേ ഉണ്ട്. ഇതെല്ലാം ഞമ്മക്കേറിയ സമയമല്ലേ, ശ്രദ്ധിക്കുക. ഇതെല്ലാം എൻ്റെ അച്ഛൻ നട്ടതാട്ടോ, എൻ്റെ ഒരു കൈകൂലി ഇതിനകത്തില്ല, അതുകൊണ്ട് ഇതിങ്ങനെ. അപ്പോൾ ഇതാ വഴുതന കണ്ടോ, നിങ്ങൾക്ക് വഴുതനയുടെ പൂവ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വഴുതനയുടെ പൂവ് നല്ല ഭംഗിയില്ലേ, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ നോക്കുമ്പോൾ വഴുതനയുടെ പൂവും എൻ്റെ നെയ്പ്പോൾ ചെറിയൊരു നിറവ്യത്യാസത്തിൻ്റെ പേരിൽ ഇതായത്. ഇപ്പോൾ കാണിച്ച സാധനം കണ്ടോ, അതൊരു പച്ചമുളകാണ്, പക്ഷേ അതിന് ഭയങ്കര സ്മെല്ലാണ്. എനിക്കതിൻ്റെ സ്മെല്ലൊന്നും പിടിച്ചിട്ടില്ല, പക്ഷെ ഭയങ്കര മെരുവാണ്. ഇതാ പയറുണ്ട്, പയറിതാ കണ്ട വള്ളിയിൽ തൂങ്ങി. ഇതൊക്കെ അച്ഛൻ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ. പിന്നെ ഇതെന്താണെന്നറിയോ, ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് 2-3 ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പടവലം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കക്കിരിക്കയാണ്. പിന്നെ ഇത് കറിവേപ്പിലുണ്ട്. വാവ്, നല്ല രസമില്ല ഈ പൂവിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നോക്കുമ്പോൾ ഇത് എൻ്റെ നെയ്പോളിഷ് ആ പൂവും സെയിം കളറാണ്. എന്താല്ലേ, ഇതെല്ലാം നിമിത്തം എന്നല്ലാണ്ട് വേറെ എന്ത് പറയാനാ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ബാക്കടിച്ച് പോയതാണ്. ഇപ്പം തക്കാളിയുണ്ട്, പച്ചമുളക് ഉണ്ട്, കറിവേപ്പിലയുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, കക്കിരിക്കയുണ്ട്, പിന്നെ നമ്മുടെ കച്ചാർവാഴയുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ഇതൊക്കെ അച്ഛൻ സ്വന്തമായിട്ട് നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.